ഹലോ വെൽക്കം ബാക്ക് ടു ഹാപ്പി എസ്കേപ്സ്. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എറണാകുളത്താണുള്ളത്, ഇപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വതി. അപ്പോൾ അവളുടെ എൻഗേജ്മെൻറ്റിന് അറ്റ് എനി കോസ്റ്റ് ഞാൻ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, കണ്ണൻ എന്നെ കൊണ്ടുവരാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എത്താൻ എന്തായാലും ലേറ്റാവും. അപ്പോൾ ഞാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോകുന്നത് കാണിക്കാൻ പറ്റുമെന്നറിയില്ല. ഇപ്പം തന്നെ 8:30 ആയി, കണ്ണൻ വരുമ്പോഴേക്കും ലേറ്റ് ആവും. അപ്പോഴേക്കും ഞാൻ ടയേർഡാണെങ്കിൽ ചിലപ്പോഴേ വീഡിയോ എടുക്കൂ. അങ്ങനെയാണെങ്കിൽ നാളത്തെ കാര്യങ്ങളൊക്കെ എൻഗേജ്മെൻറ്റിന് പോകുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ കണ്ണൻ എത്താൻ ലേറ്റ് ആയതുകൊണ്ടും ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങിയതുകൊണ്ടും വീഡിയോസ് പിന്നെ ഒന്നും എടുത്തില്ല. പിന്നെ രാവിലെയും പതിവ് പോലെ തന്നെ ലേറ്റ് ആയിട്ടാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റെഡിയായി നമ്മൾ പെട്ടെന്ന് പോയിരിക്കുകയാണ്. ഇത് എൻ്റെ ഫ്രണ്ട് അഞ്ജലി, അവളുടെ കുട്ടിയാണ് കേട്ടോ. ഇവൻ അച്ചുട്ടൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടും എത്തിയിട്ടുണ്ടായിരുന്നു. അവനങ്ങ് ദുബായിൽ നിന്ന് അശ്വതിയുടെ എൻഗേജ്മെൻറ്റ് കൂടാൻ വേണ്ടി എത്തിയതാണ്. അങ്ങനെ നമ്മളെല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുക്കൻ്റെ വീട്ടുകാർ എത്തുന്നതിൻ്റെ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അശ്വതിയെ കണ്ടു. ഇതാണ് അശ്വതിയുടെ ഫസ്റ്റ് ലുക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ അച്ചുട്ടൻ കുറച്ച് കുറുമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങി. അപ്പോൾ അവനെയും കൊണ്ട് എടുത്ത് നടക്കുമായിരുന്നു അഞ്ജലി, ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ചെറുക്കൻ്റെ വീട്ടുകാരെ എത്തിയിട്ടുണ്ടായിരുന്നു. ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. ഫസ്റ്റ് റിംഗ് എക്സ്ചേഞ്ച് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടി. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ടാകുമ്പോഴാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ.